കൂടുതൽ ജനകീയനായി മാറുകയാണ് രാഹുൽ. ഈ വിവാദങ്ങളൊന്നും രോമത്തിൽ പോലും ഏറ്റിട്ടില്ല എന്ന് പാലക്കാടത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും തന്നോട് സ്നേഹമാണ് എന്നും MLA തെളിയിക്കുകയാണ്. തന്റെ മണ്ഡലത്തിൽ കൂടുതൽ കരുത്തു നേടിയാണ് രാഹുലിന്റെ വരവ്. പാലക്കാടത്തെ ജനങ്ങൾ നിങ്ങളെ ആട്ടിത്തുപ്പും കല്ലെറിയും എന്നൊക്കെ പറഞ്ഞവരൊക്കെ ചമ്മിപ്പോയി. മുമ്പത്തെക്കാൾ സ്നേഹത്തോടെയാണ് ഇരു കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്നത്. തന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടം മുന്നോട്ട് തന്നെ. തന്നെ ആരും തകർക്കാൻ നോക്കിയാലും നടക്കില്ല എന്ന് ഉറച്ച കോട്ട പണിതുകൊണ്ടാണ് മാങ്കൂട്ടം വന്നത്. ഒറ്റപ്പെടുത്തിയവന്റെ തിരിച്ചറിവ് അതിഗംഭീരമായി. പാലക്കാട് വലിയ കൊള്ളിളക്കമായിരുന്നു മാങ്കൂട്ടത്തിന്റെ വരവുണ്ടാക്കിയത്. രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാടിന്റെ മണ്ണിനെയും മനസ്സിനെയും കീഴടക്കിയത് ആർക്കും തകർക്കാൻ കഴിയാത്ത പോലെയായിരുന്നു. അതാണിപ്പോൾ തെളിഞ്ഞു വരുന്നത്. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം MLA എന്തും ചെയ്ത് കളയാമെന്നുള്ള ഒരു ധാരണ BJPക്കും CPM-നും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിൽ പവറും അതോടൊപ്പം തന്നെ ജനപിന്തുണയും മാങ്കൂട്ടം MLA അജയ്യനാക്കി മാറ്റി. അതോടെ പാർട്ടിക്ക് പുറത്താണെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ MLA സജീവമാക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു UDF. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കുടുംബശ്രീയുടെ വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ പിരാരിയിലെ പൊതുപരിപാടിയിലും പങ്കെടുത്തു. ലൈംഗിക അതിക്രമ വെളിപ്പെടുത്തലിനെ തുടർന്ന് 38 ദിവസം മണ്ഡലത്തിൽ നിന്ന് മാറുന്ന ശേഷമായിരുന്നു രാഹുൽ തിരിച്ചെത്തിയത്. രാഹുൽ വീണ്ടും തന്റെ വണ്ടി മണ്ഡലത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ജനങ്ങൾ ഉണ്ട് എന്നാണ് തെളിയുന്നത്. മാങ്കൂട്ടം സജീവമാകുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം. ടീച്ചർ 3 ആ ഭാഗമാണോ?